എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്ന മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവര്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുത്തിട്ട് വീഡിയോ മുന്നോട്ട് കാണുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടക്കിടക്ക് നമ്മുടെ വീഡിയോസ് കണ്ടു നോക്കുക കേട്ടോ. കൂടുതലായിട്ട് പിന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിൽ കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ശാരിക എന്ന് പറയുന്ന ഒരു ആങ്കർ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോയിൽ രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട് വളരെ നെഗറ്റീവ് നിന്ന രേണു സുധിക്ക് വളരെ പോസിറ്റീവായിട്ട് മാറുകയും വളരെ പോസിറ്റീവ് എന്ന് പറയത്തില്ല, കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് നിന്ന ശാരിക എന്ന് പറയുന്ന ആങ്കറിനെ എല്ലാവരും എടുത്തിട്ട് പഞ്ഞിക്കിടുകയും ചെയ്തു. ഇതിനുള്ള കാരണം ഈ ശാരിക ചോദ്യങ്ങൾ അവതരിപ്പിച്ച രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. അതായത് കമന്റ് ബോക്സിൽ കമന്റുകൾ എഴുതി വിടുന്ന കമന്റ് എടുത്തിട്ട് അങ്ങനെ അതേ ടോണിൽ തന്നെ ഈ പുള്ളിക്കാരി അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇതിനെ ചൊല്ലി പല ആളുകളും റിയാക്ട് ചെയ്തു. അതിനെ ചൊല്ലി ഈ ശാരിക ലൈഫ് ഓഫ് അനന്തുവിനും ഇസ്മി കൈസിനും എതിരെ ഒരു വീഡിയോ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് മൊത്തം കടോസ്കി പോയി. ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ അതിന്റെ പാർട്ട് 2 വന്നു. പാർട്ട് 2 ഇമാതിരി അവരാത് ചോദ്യം തന്നെ, ഞാൻ അങ്ങോട്ട് പോകുന്നു നീ ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ കുറെ സ്ക്രിപ്റ്റഡ് ആയിട്ടൊരു സാധനം. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ റിയാക്ഷൻ വന്നു. ഇതിനെ തുടർന്ന് ശാരിക വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് കടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ റിയാക്ഷൻ വീഡിയോ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ എന്ന് പറഞ്ഞിട്ട് ലൈഫ് ഓഫ് അനന്തുവിന്റെ ഒരു ഫോട്ടോ അങ്ങനെ ഫോട്ടോ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരി താഴെ ഈ ടൈറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണെ, രേണു സുധി ശാരിക ലൈഫ് ഓഫ് അനന്തു റിയാക്ഷൻ വീഡിയോ ട്രോള് ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സ്, ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പുള്ളിക്കാരിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ട് നോക്കാം. ലൈഫ് ഓഫ് അനന്തു അവന്റെ ചോർച്ചിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്നെ പറയുന്നത് ഞാൻ അവന്റെ ഇന്റർവ്യൂ കണ്ടിരുന്നു. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിലാണ്. ഇവര് തൊപ്പി കുറെ ഉണ്ടല്ലോ ആൾക്കാരുടെ, എന്താണോ ഞാൻ പറഞ്ഞില്ല എന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ഉച്ചിഷ്ടം നോക്കിയിരിക്കുന്നവരാണ്. ആൾക്കാർ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിൽ റിയാക്ട് ചെയ്തില്ല. അതായത് സാമൂഹ്യ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനല്ല അവൻ അവിടെ ഇരിക്കുന്നത്. അവൻ ഓക്കെ, ഇത് ലൈഫ് ഓഫ് അനന്തുവിനെയാണ് പറയുന്നത്. ഇതിന് മെയിനായിട്ട് ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ കാരണം ഒന്ന്, എനിക്ക് ലൈഫ് ഓഫ് അനന്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. 2, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയാണ് ഇവരുടെ അറഞ്ചം പുറഞ്ചം പുച്ഛിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ വീഡിയോയുടെ തമ്മിൽ ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊന്നുമല്ല, ആൾക്കാരുടെ വായിന്ന് വീഴുന്ന നെഗറ്റീവ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈ പറയുന്ന നെഗറ്റീവ് വന്നവരെയും വൈറലായവരെയൊക്കെ തന്നെയല്ലേ, അതൊക്കെ തന്നെ ചെയ്യുന്നേ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നു എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങളും ഈ പറയുന്ന പോലെ തന്നെ അതേ ഉച്ചിഷ്ടം ആണ് ഭക്ഷിക്കുന്നത് സുഹൃത്തെ. ആൾക്കാരുടെ സോഷ്യൽ ഇൻസൈഡ് പേഴ്സണാലിറ്റി, അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതിനെക്കുറിച്ച് പിന്നെ അവിടെ ഇങ്ങനെ ചുഴിഞ്ഞു കോഴി ചിക്കുന്ന പോലെ ചിക്കി കോഴി ചിക്കുന്ന പോലെ പ്രൈവറ്റ് ലൈഫിൽ നടക്കുന്ന ഇങ്ങനെ ചിക്ക് നോക്കാറില്ല. ഈ റിയാക്ഷൻ വീഡിയോ എന്താണെന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണ് സുഹൃത്തെ. നിങ്ങൾ 1 വീതം 3 നേരം പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഹോട്ട് സീറ്റിൽ നിന്ന് കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണ്, റിയാക്ഷൻ വീഡിയോ എന്ന കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണ്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊണ്ടിടുന്ന വിഷയത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരുത്തിൻ്റെയും പ്രൈവറ്റ് ലൈഫിലോട്ട് കയറി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തെങ്കിലും മണ്ടന്മാർ കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മെജോറിറ്റി റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഉണ്ടാകുന്ന പ്രശ്നമോ നന്മയോ നമുക്ക് അഭിപ്രായം പറയാൻ തോന്നുന്നതിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് റിയാക്ഷൻ വീഡിയോ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും ലൈഫ് ഓഫ് അനന്തുവിനെയൊക്കെ ഘോരം കുറ്റം പറയുന്നുണ്ട്. അതിനെ റിയാക്ട് ചെയ്യാനിരിക്കുന്ന ഒരു പ്രത്യേകതരം സൈക്കോയാണ് ഈ അനന്തു എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരിക്കലും സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്ക അയാൾ അതിനകത്ത് ചെയ്യുന്നില്ല. സമൂഹത്തിന് ഗുണമുള്ള എന്ത് ചക്കയാണ് താങ്കളുടെ ചാനൽ ചെയ്തിട്ടുള്ളത്? സിനിമ റിവ്യൂ ആണോ സമൂഹത്തിന് ഗുണമുള്ള ചക്ക? അതോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ രേണു സുധിയോട് താങ്കളുടെ ഭർത്താവ് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ കളഞ്ഞിട്ട് പോകുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നതാണോ താങ്കൾ സമൂഹത്തിന് ഗുണമുള്ള ചക്കയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ഒരു ചക്കയും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിന് ഗുണമുള്ള ഒരുപാട് ചക്കകൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ വീഡിയോസ് ഒക്കെ നിരന്തരമായിട്ട് കണ്ടാൽ മനസ്സിലാവും. ബാക്കി അപ്പോ അതുകൊണ്ട് തന്നെ എന്നെ വിമർശിക്കാൻ അയാൾക്ക് യോഗ്യതയില്ല. നല്ല കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അയാൾക്ക് എന്താണ് ആ യോഗ്യത? താങ്കളെ വിമർശിക്കാനുള്ള യോഗ്യത എന്താണ്? MBA മതിയോ? എംകോം അതോ ജേർണലിസം പഠിക്കണോ? എന്താണ് ആ യോഗ്യത എന്താണെന്ന് കൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. പുള്ളിക്കാരിനെ വിമർശിക്കുന്നവർക്ക് ഒരു യോഗ്യത വേണം. യോഗ്യത ഇല്ലാത്തവർ വിമർശിക്കല്ലേ. യോഗ്യത എന്താണെന്നുള്ളത് പുള്ളിക്കാരി അധികം താമസിക്കാതെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. കണ്ടന്റ് കയറണമല്ലോ, തീർച്ചയായിട്ടും 2 ലക്ഷം 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ കൊണ്ട് നടക്കണ്ടേ. അത് ലാക്സ് അടിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അത് കൊണ്ട് നടക്കുക എന്നുള്ളത്. നമുക്കറിയാം, അയാളുടെ ജോലിയുടെ ഭാഗമാണ്, ചെയ്തോട്ടെ. പക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്ന പരിപാടിയൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ. ഇതിന്റെ പൊന്നളി ആരാ ഈ വ്യക്തിഹത്യ നടത്തുന്ന ചോദ്യങ്ങളൊക്കെ കുറിച്ച് ചോദിക്കുന്നത്? ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് വരുന്നിരുന്ന ജഡ്ജിന്റെ വ്യക്തിഹത്യ മാത്രമല്ല,
എല്ലാ ഹത്യയും വലിച്ചു കീറുന്ന സാധനമാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഇന്റർവ്യൂവിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊന്ന് എന്നെ വിമർശിക്കാൻ എന്ത് ലോജിക്ക്, അവൻ എന്നെ വിമർശിക്കാൻ എന്ത്, അവൻ സമൂഹത്തിന് ഗുണമുള്ള എന്ത് ചക്ക ചെയ്യുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാനേ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ, കാരണം നിങ്ങൾ ഈ സാമാനം ഒന്നുമില്ലാത്ത സാധനങ്ങളാണ് നിങ്ങൾ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാനലിൽ വന്നിട്ട് രേണുസുതി അടിപൊളിയെന്ന് പറയുന്നു, മറ്റൊരു ചാനലിൽ വന്നിട്ട് രേണുസുതിന്റെ മണ്ടക്കോട്ട് വരുന്നു, പിന്നെ അടുത്ത ചാനലിൽ വന്നിട്ട് രേണുസുതിയെ കുറ്റം പറയുന്നു, നല്ലത് പറയുന്നു. അവരാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഈ കണ്ണവന്മാരുടെ ഇത്രയൊക്കെ 10,000-15,000 തെറിവിളികളും കമന്റുകളും വന്നിട്ട് ഞാൻ ഇവരെ തിരക്കി പിടിച്ച് അവർക്കെതിരെ എതിരഭിപ്രായം പറയാൻ പോകില്ല. ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ വിമർശനങ്ങൾ കേൾക്കുന്നത്, എനിക്കത് ഇഷ്ടമാണ് താൻ. സോ ഫൈൻ. വിമർശനങ്ങൾ കേൾക്കുന്ന ഇഷ്ടമാട്ടോ, കേട്ടോട്ടെ, നല്ല കാര്യം. വിമർശനങ്ങൾ കേൾക്കണം, നമ്മൾ വിമർശനങ്ങളെ ഫേസ് ചെയ്യാൻ പഠിക്കണം. പക്ഷെ വിമർശനങ്ങൾ കേട്ടിട്ട് ആ വിമർശനങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. വിമർശിക്കുന്ന പറഞ്ഞാൽ നീ ആരുടെ മറ്റവൻ എന്നെ വിമർശിക്കാൻ, നിനക്കറിയാമോടാ, നീ ചോടെ ലോജിക്ക് പഠിക്കുക എന്ന് പറയുന്നതല്ല വിമർശനത്തിനെതിരെയുള്ള പ്രതികരണം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ണീര് തുടച്ചിട്ട് പറ എനിക്ക് വിമർശനമൊക്കെ ഇഷ്ടമാണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഞങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഷോ എന്ന രീതിയിൽ അയാൾ കുറെ വിമർശനങ്ങളൊക്കെ അതിനകത്ത് പടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് താങ്കൾ തന്നെയാണ് പറഞ്ഞത്, ഇത് ഓൾറെഡി ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നത്, ജഡ്ജിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ സാധനം, ഇതിന്റെ ടൈറ്റിലിനകത്ത് ആദ്യത്തേനകത്ത് നിങ്ങൾ ഇറങ്ങി പോകുന്നിട്ടു, രണ്ടാമത്തേനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു. ഇത് ജെന്യുവിനായിട്ട് നാം സംഭവിച്ചാണോ? ഈ സംഭവിച്ച സാധനം എന്തുകൊണ്ട് ഇന്റർവ്യൂ ഇല്ല? തുടക്കത്തിലെ പ്രൊമോ കട്ടി മാത്രം വന്നുള്ളല്ലോ. തട്ടിക്കൂട്ട് ഷോ തന്നെയാണ് നിങ്ങളെ കാഴ്ചവെച്ചത്. പിന്നെ അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്, അതിനകത്ത് നമുക്ക് ഒരു പ്രശ്നമില്ല. അല്ല, എനിക്ക് മനസ്സിലാവാൻ ചുറ്റി സ്വന്തമായിട്ടൊരു സംസ്കാരമില്ല, സ്വന്തമായിട്ടൊരു കണ്ടന്റും ഇല്ല. കണ്ടവരുടെ ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, കണ്ടവരുടെ ഉച്ചിഷ്ടം, അതായത് ഈ പറയുന്ന ചാനലുകാർ ഇട്ട് കൊടുക്കുന്ന ബാക്കികൾ എടുത്ത് തപ്പി അത് പിറക്കി അത് തിന്നുന്ന ഈ അനന്തൂനെ പോലുള്ള കുറെ ഓളികളുണ്ട്, സൈബർ ഓളികൾ. അതെ, കഞ്ചാവുമാരിട്ട ഉച്ചിഷ്ടം എടുത്തിട്ട് വീഡിയോ ആക്കുന്ന ഈ റിയാക്ഷൻ ഓളികൾ. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരുടെ പണി എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഒരു ചാനലിൽ ഇന്റർവ്യൂ ചെയ്യാനിരിക്കും. അപ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ ഉണ്ടാക്കിയ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈറലായ ആളെ പിടിച്ച് ഓപ്പോസിറ്റ് എടുത്തിട്ട് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാത്തതും അയാളുടെ ഭാവി ഗസ് ചെയ്തിട്ടും അയാളുടെ ഭൂതം ഗസ് ചെയ്തിട്ടും ഇനി ഇങ്ങനൊരു സംഭവം സംഭവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആളെ ഇന്റർവ്യൂ ചെയ്ത് വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കുക എന്നൊരു സാധനം ചെയ്യുന്ന ആളാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. എനിക്കറിയാൻ താല്പര്യമുണ്ട്, ഇവരെ ഇഷ്ടമുള്ള, ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇവരെ ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുമോ? ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാതെ കമന്റ് ചെയ്തു, ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് കമന്റ് ചെയ്തു. ആ സൈബർ ഈ പറയുന്ന സൈബർ എന്താ പറയുക റിയാക്ടോളികൾ ഓക്കെ, സമൂഹത്തിന് പ്രാതിനിധ്യമുള്ള യാതൊരു കാര്യങ്ങളും പറയാതെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവന്മാർ. അതായത് ഇപ്പൊ എന്റെ വീഡിയോസ് എനിക്കത് റിയാക്ട് ചെയ്ത വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, 2.5 ലക്ഷം 3 ലക്ഷം കയറിയിട്ടുണ്ട് അയാൾക്ക്. അയാളുടെ മറ്റു വീഡിയോകൾ കമ്പയർ ചെയ്ത് നോക്കാം. ലൈഫ് ഓഫ് അനന്താണോ? അയാളുടെ മറ്റു വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുക. അയാൾക്ക് എല്ലാ വീഡിയോയ്ക്കും വ്യൂസ് ഉണ്ട്. ഒരു വർഷത്തിന് മുമ്പ് ബിഗ് ബോസ് തുടങ്ങിയ സമയം തൊട്ട് അയാൾ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നല്ല വ്യൂസ് ഉണ്ട്. അയാളുടെ വ്യൂസ് കണ്ടിട്ട് നമുക്ക് വാ തുറന്ന് അസൂയപ്പെട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാൻ ഈസിയാണ്. ആ ലെവലിലേക്ക് വളരെ സുഹൃത്തേ. ഇതുപോലെ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫോ അവരുടെ ക്യാരക്ടറോ വ്യക്തിഹത്യയോ ഒക്കെ ചെയ്തുകൊണ്ട് അവരെ ഓളുന്ന അല്ലെങ്കിൽ അവരെ ഇങ്ങനെ കളിയാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമേ അനന്തൂന് കയറത്തുള്ളൂ. അതാ പറഞ്ഞ മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം, മറ്റുള്ളവരുടെ കണ്ടന്റിന്റെ ബാലൻസിനകത്തുനിന്ന് തെരിപ്പിറക്കി കൂട്ടിപ്പിറക്കി ഇട്ടുന്ന സാധനങ്ങളാണ് അവന്റെ വീഡിയോയിൽ എപ്പോഴും കയറുന്നത്. ഇവർക്കൊന്നും പറയാൻ ഒരു യോഗ്യതയില്ല കേട്ടോ. ആ രേണുസുതിയുടെ ഇന്റർവ്യൂ ചെയ്ത ശേഷം ഇവർ വിചാരിച്ചത് ഞാൻ ഭയങ്കര അയൺ ലേഡി എന്നുള്ള പേര് കിട്ടുമെന്നാണ്. പക്ഷെ ഇവരെ വലിച്ചു കീറി ഭിത്തി തേക്കുകയും രേണുസുതിക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് വരികയും ചെയ്തു. അതിന്റെ രോഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഓഫ് അനന്തിന്റെ വീഡിയോ വലിയ രീതിയിൽ റീച്ച് ഉണ്ടായതിന്റെ ഒരു വിഷമം ഇവരുടെ മുഖത്ത് കാണാറുണ്ട്. ലൈഫ് ഓഫ് അനന്തിനെ റിയാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇവരുടെ ചാനലിൽ വരുന്നത്. ഇനി വീണ്ടും വരും, ഒന്നും പേടിക്കാനില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അനന്ത് വീണ്ടും റിയാക്ട് ചെയ്യണം, വൈറലാകണം, ഹിറ്റ് ആകണം എന്നൊരു ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുന്നത്. കാരണം അവരായിട്ട വീഡിയോയ്ക്ക് അനന്ത് എടുത്തിട്ട് റിയാക്ട് ചെയ്തതുകൊണ്ട് മാത്രം ഇവർക്ക് ഉണ്ടായ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് അല്ലെങ്കിൽ റീച്ച് അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് മുമ്പോട്ട് പോയ റീച്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അനന്ത് മാത്രമല്ല കേട്ടോ, നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഡിഗ്നിറ്റി എന്താണ്? നിങ്ങളുടെ ഡിഗ്നിറ്റി അനന്തു എന്ന് പറയുന്നത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്നത് അനന്തുവിന്റെ ഡിഗ്നിറ്റി എന്താണ്? എന്ത് ഡിഗ്നിറ്റി, എന്ത് കൾച്ചറാണ് അയാൾക്കുള്ളത്? താങ്കളുടെ ഡിഗ്നിറ്റി എന്താണ്? ഫസ്റ്റ് ഡിഗ്നിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം താങ്കൾക്ക് അറിയാമോ? താങ്കൾ ഒരു ഗസ്റ്റിനെ വിളിച്ചിരുത്തിയിട്ട് ആ ഗസ്റ്റിനെ വ്യക്തിഹത്യ ചെയ്യുന്ന താങ്കളാണ് ലൈഫ് ഓഫ് അനന്തിന്റെ ഡിഗ്നിറ്റി ചോദിക്കുന്നത്. ഈ ലൈഫ് ഓഫ് അനന്ത് ആയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളായാലും റിയാക്ട് ചെയ്യുന്നത് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നമ്മളിലേക്ക് എത്താൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവെയർ ആകുക എന്നൊരു സാധനം ഇതിനകത്തുണ്ട്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ടെക്സ്റ്റൈൽ ഇഷ്യൂ വന്നു, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഇതിനെ കരക്കടിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിന്റെ തനിസ്കോണം പുറത്തു കൊണ്ടുവന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഗുണഫലമായിട്ടാണ്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വീഡിയോ ചെയ്ത് വൈറലാക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് സുഹൃത്തെ. താങ്കളാണ് ഒരു ചക്കയും ചെയ്യാതെ വന്നിരുന്ന ആൾക്കാരുടെ എല്ലാം പെടലിക്കോട്ട് കയറി അവരെ ഇന്റർവ്യൂ എന്നുള്ള പേരിൽ അവരുടെ
ഉച്ചിഷ്ടം മേടിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത്. അയാള് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വിഷമിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോശം തോന്നുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നതിന് എന്ത് ഡിഗ്നിറ്റി, എന്ത് കൾച്ചർ എന്ന് വിളിക്കും? താങ്കൾ തന്നെ പറയും. ഈ താങ്കൾക്ക് കുറെ ആരാധകരുണ്ടല്ലോ, അവർ പറയട്ടെ എന്താണ് ഡിഗ്നിറ്റി, എന്താണ് കൾച്ചർ? ഇത് ഓൾമോസ്റ്റ് എന്നെ വെറുക്കുന്ന അനുദൂരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ആരാധകരോട് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്, എന്ത് ക്വാളിറ്റിയാണ് ഈ ലൈഫ് ഓഫ് അനന്തപുരി വീഡിയോസിനുള്ളത്? സ്വന്തമായിട്ട് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന എന്ത് കണ്ടന്റ് അയാൾ ചെയ്തു? ഒന്ന്, സമൂഹത്തിന് ഗുണമുള്ള കണ്ടന്റ് അയാൾ ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന് ഗുണമുള്ള എന്ത് കണ്ടന്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? രണ്ട്, നിങ്ങൾ ഈ ഡിഗ്നിറ്റി, മാങ്ങ, തേങ്ങ, ചക്ക എന്നൊക്കെ പറയുമ്പോഴത്തേനും സ്വന്തമായിട്ട് കണ്ടന്റ് മേക്ക് ചെയ്തില്ലെന്ന് പറയുമ്പോൾ താങ്കൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്താ? സിനിമ എടുത്തിട്ട് റിവ്യൂ പറയുന്നു, വൈറലായ ആൾക്കാരെ എടുത്തിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണോ താങ്കൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്? ഏതായാലും കൊള്ളാം. ഇതേ തുടർന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വീണ്ടും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്ന ഇന്റർവ്യൂവിനകത്ത് ഇവർ ചെയ്യുന്നത് പറഞ്ഞാൽ ശാരിക അന്ന് ചോദിച്ച ചോദ്യങ്ങൾ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണോ എന്ന് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ഡോക്ടറിനെ വെച്ചിട്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നു. വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് അതും ഒരു ഷോ. പക്ഷേ ശാരിക പോസിറ്റീവ് ആവും, അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആൾക്കാർ ചിന്തിക്കുമെന്നാണ് ഈ ഷോയോ ഈ ശാരികയോ ചിന്തിച്ചത്. അതിന് ഈ ഷോ ഇവരെ അറക്കാൻ ഇട്ട് കൊടുത്താണോ എന്ന് അറിയത്തില്ല. ഏതായാലും വീണ്ടും ശാരികയ്ക്ക് വളരെ അച്ഛം പുച്ഛം നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ ശകലം കൂടെ കാണിക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ രണ്ടാമത് ചെയ്യാം. ഏതായാലും അതിൽ നിന്നൊരു ശകലം കൂടെ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഒരുപാട് കമന്റ്സ് പറയുന്നവർക്കാണ് മര്യാദ ഇല്ലാത്തതെന്ന് ഞാൻ പറയും. ഒരു മര്യാദ ഇല്ലാതെ ഷോ എന്താണെന്ന് അറിയാതെ മര്യാദ കെട്ട വർത്താനങ്ങൾ പറയുന്നത് കമന്റോളികളാണ്, ഞാനല്ല. കമന്റോളുകളാണ് പറയുന്നത്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഷോ അവതരിപ്പിച്ചു. ഷോ അവതരിപ്പിച്ചതിന് ശേഷം ഇവർക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് വന്നു. അപ്പൊ ഇവർ ചിന്തിക്കുന്നത് ഇത് 12 ലക്ഷം 13 ലക്ഷം ആളുകൾ പറഞ്ഞു, അതിൽ 9,000 പേരെ എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി അത്രയും ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. അവർക്ക് അതിനകത്തൊരു കമന്റ് കൊടുക്കണമെന്നുള്ള പോലും ഒരു ഇൻട്രസ്റ്റ് പോലും ഉണ്ടായി കാണില്ല എന്നൊരു സാധനമില്ല. ബാക്കി അത്രയും പേർക്ക് എന്നെ ഇഷ്ടമാണെന്നാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത്. രണ്ടാമത്, നിങ്ങൾ ചോദിച്ച ആ ഷോയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു റിവ്യൂ വരേണ്ട, ഒരു ആ ചാനലിൽ തന്നെ നിങ്ങളെ റിവ്യൂ ചെയ്യുന്നൊരു സാധനം വരില്ല. കാരണം ഒരുപാട് ആളുകൾ നിങ്ങൾ ചോദിച്ച ചോദ്യം തെറ്റാണെന്ന് ചിന്തിക്കുന്നു. ഇവർ അന്ന് മുതലേ ചോദിക്കുന്ന ചോദ്യം എനിക്ക് കുഴപ്പമില്ല, ഡയറക്ടറിന് കുഴപ്പമില്ല, പ്രൊഡ്യൂസറിന് കുഴപ്പമില്ല, ഷോ ഭയങ്കരമായിട്ട് പോകുന്നു, പിന്നെ ആർക്കാ പ്രശ്നം, കമന്റ് കോളുകൾക്ക് ബോധമില്ല, വിവരമില്ല, അവന്മാർ പൊട്ടന്മാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ രേണുസുധയോട് കമന്റ് ബോക്സിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ച രീതിയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ട ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുത്താൻ, അവരെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾ വീഡിയോ ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാർ മൊത്തം വെറുത്താലും കുഴപ്പമില്ല, എൻ്റെ ഡയറക്ടർ ഹാപ്പി, എൻ്റെ പ്രൊഡ്യൂസർ ഹാപ്പി, ഷോ പോയി, ഞാൻ ഫുൾ നെഗറ്റീവ് മൈൻഡ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഇന്ന ആളുകൾ, ഗ്രൂപ്പ് ഓഫ് ആളുകൾ കാണാനാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവരത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഭേദഗതി വരുത്തണം. ആരൊക്കെയോ കിടന്ന് അബ്യൂസ് ചെയ്തിട്ട് താങ്കൾക്ക് ഒരു പ്രശ്നമില്ല? ഞാൻ പ്രശ്നമുണ്ട്. ശാരിക റിപ്ലൈ മെസ്സേജ് ഇട്ടല്ലേ അബ്യൂസ് ചെയ്തത്? എന്റെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ആൾക്കാർ 10K കമന്റ്സ് വന്നിരിക്കുന്നത് മൈൽ സ്റ്റോണിന്റെ പ്രോഗ്രാമിന്റെ താഴെ. എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല, ബിക്കോസ് ഞാൻ അവിടുത്തെ ആങ്കർ ആണ്, ഞാൻ അത് മാനിക്കുന്നു. നീ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിന് ആർക്കും ഒരു പരാതിയില്ല, പുള്ളിക്കാരിനെ എല്ലാവരും എടുത്ത് തല വെക്കണം. രേണുസുധയെ രണ്ടാമത് ഇന്റർവ്യൂ ചെയ്തപ്പോൾ താങ്കൾ എന്തുകൊണ്ട് എനിക്ക് അനുകൂലമായിട്ട് ലൈവ് വന്നില്ല, നിങ്ങൾക്ക് എന്നെ പറയുന്നതിന് കുറ്റമില്ല, പക്ഷെ എനിക്ക് ആരെ വേണമെങ്കിലും എന്ത് തോന്നിയ ദിവസവും പറയാം. കർമ്മ ഈസ് എ ബൂമറാങ്. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന്റെ ഫലമേ നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ആർക്കൊക്കെയോ കൊടുത്തതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഇടക്കിടക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ അവതരിപ്പിച്ച രീതി കണ്ട ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമാറ്റ് മാറ്റുക എന്ന് തന്നെയുള്ള അതിന്റെ അർത്ഥം. അല്ലാതെ നീയൊക്കെ ഷോയുടെ ഫോർമാറ്റ് പഠിക്കട, ഷോയുടെ കണ്ടന്റ് പഠിക്കട എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താൻ പറ്റും. ബൈ.